അസ്സലാമലൈക്കും. അപ്പം എന്തായാലും വർത്താനം സുഖമില്ല. അപ്പം ഇന്നത്തെ ഒരു വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് രാവിലെ ഒരു പോക്കറ്റ് കീറണ ദിവസമാണ്. രണ്ടാമത്തെ എന്താ വെച്ചാൽ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ പണികളൊക്കെ കഴിഞ്ഞ് പോകണം എന്ന് കരുതിയിരുന്നിട്ട് പിന്നെ അങ്ങനെ മടിയായി. പിന്നെ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കടന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചക്ക് ചോറ് നിന്നിട്ടാട്ടെ പിന്നെ എന്തായാലും തിരൂർക്ക് ഇറങ്ങിയത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വേങ്ങാണ്ടിട്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരട്ടെ. ഈ ലാലൂട്ടും പറയും ഇവിടെ ഒരു വലിയ കുളമുണ്ട്, നീലക്കുളം എന്നൊക്കെ പറയട്ടെ. പക്ഷെ കുളത്തിൻ്റെ അവസ്ഥ നിങ്ങൾ കാണണം കേട്ടോ. ഇതാട്ടോ കുളം. ആ കച്ചറയും എന്താണ് അങ്ങനെ പായലും ഇതൊക്കെ ആയിട്ട് ഒരുമാതിരി ആയിക്കുണ്ട്. നീല മാത്രമല്ല കേട്ടോ, പലതരം കളറും ഉണ്ട് കേട്ടോ അതിൽ. ഇതിങ്ങനെ ഇവിടെ കമ്പിയൊക്കെ അപ്പോൾ കുറച്ചായിട്ടുള്ളൂ കേട്ടോ കെട്ടിയിട്ട്. അതിലൊരു കുട്ടി വീണ് മരിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ സൈക്കിൾ വന്ന് എന്താ ബ്രേക്ക് ഇല്ലാതെ പോയിട്ട് അങ്ങനെ എന്തോ ആയിട്ട് എനിക്ക് വലിയ ചരിത്രമൊന്നും അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞെന്ന് അറിയുള്ളൂ. ഞാനെന്തായാലും ആ കുളം ഉപയോഗിക്കലില്ല കേട്ടോ. അപ്പോൾ അതാ അതിൽ ആകെ കച്ചറയും കാര്യങ്ങളൊക്കെ. പിന്നെ എന്തായാലും ഞങ്ങളെന്തായാലും തിരൂരെത്തിയിട്ടാ. അപ്പോൾ പിന്നെ ഇവിടെ ഇട്ടാ എന്താണ് നമ്മൾ ഉപ്പുമുളകും ഉമ്മയും മോനും ഇല്ലേ നൗഫലിൻ്റെ പെങ്ങള് പ്രസവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ കാണാൻ പോകാനൊക്കെ പറ്റിയിരുന്നു, പക്ഷെ ഇനി പറ്റൂല കേട്ടോ. കാരണം ഇപ്പോൾ ഇവിടെ ആകെ മഞ്ഞപ്പിത്തുണ്ടെങ്കിൽ പിന്നെ കാരണം അവിടെ കയറ്റൂല അത്ര കേട്ടോ. പിന്നെ എന്തായാലും ഞങ്ങൾ പിന്നെ ഞങ്ങളെ പണിയെടുക്കാൻ പോയിട്ടാ. പണി എന്താ വെച്ചാൽ ഒന്ന് ഇതാട്ടെ എൻ്റെ ബാഗിൻ്റെ സിബ് കേടന്നീന്ന്. ഞാൻ എന്താ വെച്ചാൽ വല്ല ചാക്കിലാക്കണ മാതിരി ഈ ബാഗിൽ പോകണിടത്തോളം കുത്തിക്കൊള്ളിച്ചിട്ടാ. പിന്നെ എൻ്റെ ഒരു ചെരുപ്പ് തുന്നിച്ചാനും ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ബാഗിൻ്റെ സിബ് ഇന്നാളെ ഒരട്ടം ശരിയാക്കി തന്നേ. അതിന് പുറമെ പിന്നെ അതേമാതിരി എല്ലാം കുത്തി നിറച്ചിട്ട് സിബ് ഇട്ടപ്പോൾ അതേമാതിരി പൊട്ടി. ഞാൻ പിന്നെ നേരാക്കാൻ വന്ന കേട്ടോ. പിന്നെ എന്തായാലും മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളങ്ങ് പോന്നിട്ട് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി പിന്നെ ലാവും വേണ്ടി. അപ്പോൾ പിന്നെ ലാലും ഇന്നേറ്റ് വല്ലാതെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിൽക്കില്ല കേട്ടോ. വേഗം അവിടുന്നൊക്കെ പോരും. അങ്ങനെ എന്തായാലും അവിടുന്നൊക്കെ പോകുന്നിട്ടാ. അപ്പോൾ പോന്നപ്പോൾ അതാ നല്ല മഴക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിയാം, നമ്മൾ എവിടേക്കെങ്കിലും പോകണമെന്ന് പ്ലാൻ ഇട്ടാൽ അന്ന് പ്രത്യേകിച്ച് മഴയും ഇതൊക്കെ തണുപ്പൊക്കെ കേൾക്കാറല്ല. ഞാൻ പിന്നെ മഴയൊക്കെ ആയ കാരണമായിട്ട് രാവിലെ പോരായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മഴ അമർന്നപ്പോൾ ഇറങ്ങിയപ്പോൾ പിന്നെ ഇതാ മഴ ഇട്ടാ. പിന്നെ അങ്ങനെ എന്തായാലും തിരൂർ നെസ്റ്റോയിൽ എത്തിയിട്ട് അപ്പോൾ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങളങ്ങനെ മേലേക്ക് പോന്ന്. അങ്ങനെ വന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, എന്നാലും തിരക്കുണ്ട് കേട്ടോ. പിന്നെ രാവിലെ ഈ വർത്താനം പറയുന്നത് എന്താ വെച്ചാൽ ഈ ഓട്സ് എടുക്കണ്ടേ വെച്ചിട്ടാട്ടോ. കാരണം നാളെ രാവിലെ കൊടുന്ന് വെച്ചാൽ തന്നെ അവിടെ ഉണ്ട്. പക്ഷെ അത് എനിക്കറിയില്ല അതിനോട്ട്. ഞാൻ അവിടെ ഇല്ലാത്തപ്പോൾ പാങ്ങിലായിരുന്ന ടൈമിൽ രാവിലെ അത് വേങ്ങിന്ന്. പിന്നെ എന്തായാലും ഒരു ഓട്സ് പാക്കറ്റ് എടുത്ത് പിന്നെ ഞാനിതിങ്ങനെ ഈ കൊട്ട ഉന്തി കളിച്ചത് എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതിങ്ങനെ ഉന്തി കളിച്ചാൽ. അപ്പോൾ ലാലു ഇതിങ്ങനെ ഉന്തിയത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കാട്ടി ഞാൻ ഉന്തിക്കൊണ്ടേക്കോളാറിട്ട് ഞാൻ ലാലുവിൻ്റെ കൈക്കൊന്ന് വേങ്ങിയിട്ട് ഞാൻ ആ ഉന്തി നടക്കിയത് കേട്ടോ. എനിക്ക് വേറെ പണിയൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ പോയാലും എനിക്ക് ഇതൊക്കെ തന്നെ കേട്ടോ പരിപാടി. എനിക്ക് നെസ്റ്റോക്ക് പോകണം ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം ഇതിങ്ങനെ ഉന്തിക്കൊണ്ട് ഇങ്ങനെ കാര്യമായിട്ടൊന്നും വേഗമൊന്നുമില്ല. പിന്നെ എന്നാലും ഞാനിതിങ്ങനെ വെറുതെ ഉന്തിക്കൊണ്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ ലാലുവിനെ. അങ്ങനെ പിന്നെ എന്തായാലും നെസ്റ്റോൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ ഇങ്ങനെ കേക്കും ബേക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് പിന്നെ മധുരത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ഒരു മനസ്സുഖത്തിന് എല്ലാതും പോയിട്ട് അതിൻ്റെ വില എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ കാണാത്ത എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതിൻ്റെയൊക്കെ വില പോയി ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെന്താ സംഭവം ആർക്കെങ്കിലും മനസ്സിലായി? ഇതെന്താ വെച്ചാൽ നമ്മളെന്താ മറ്റേ മസാല ഒക്കെ തേച്ചിട്ട് മാങ്ങ ഉണക്കൂലേ, ഇതിനെന്താ പറയുന്നതെന്ന് വെച്ചറിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ അങ്ങനത്തെ ഒക്കെ കുറേ സംഭവങ്ങൾ കണ്ടിട്ടാ. മാങ്ങ പിന്നെ ഇപ്പം എന്താ പലതരം മാങ്ങ. ഇത് കാന്താരിൻ്റെ മാങ്ങ കേട്ടോ, കാന്താരി തേച്ചിട്ടുള്ള അങ്ങനെ ഒരു സംഭവം. പിന്നെ ഇതെന്താ ഇതും അതേമാതിരി മാങ്ങ എന്തോ ആണ് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പലതരം സാധനങ്ങൾ വന്നിക്കണം കേട്ടോ. ആദ്യത്തെ മാതിരി ഒന്നുമില്ല കേട്ടോ. കുറേ സാധനങ്ങൾ പുതിയത് ഞാൻ കാണാത്ത വന്നിക്കണം കേട്ടോ. നെസ്റ്റോൻ്റെ ഉള്ളിൽ ഇടക്കിടക്ക് പോണ സ്ഥലമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ അങ്ങ് എല്ലായിടത്തും എത്തും, ചിലപ്പോൾ ഏതെങ്കിലും അരുവിലും മുക്കിലൊക്കെ എത്തുള്ളൂ കേട്ടോ. പിന്നെ എന്തായാലും ഡ്രീം കേക്കൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞങ്ങൾ വേങ്ങിയിട്ടില്ല കേട്ടോ. കാരണം ഞായറാഴ്ച 199 ഉള്ളൂ, പക്ഷെ വേങ്ങിയിട്ടില്ല കേട്ടോ. അതിൻ്റെ കഴിഞ്ഞ ഞായറാഴ്ച അതിന് മുന്നത്തെ ഞായറാഴ്ച ഒന്ന് വേഗി തന്നതാണ്. പിന്നെ അത് വേങ്ങിയില്ല. പിന്നെ എന്തായാലും പെരേക്ക് ബാത്റൂമൊക്കെ വേണ്ടിയിട്ട് ഈ സ്മെല്ലിനുള്ളതുണ്ടല്ലോ അത് നോക്കാൻ വേണ്ടി വന്നിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കാം. അപ്പോൾ 2 കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും മേപ്പോട്ട് നോക്കിയിട്ടാട്ടോ സാധനം എടുക്കുള്ളൂ. കാരണം വില നോക്കിയിട്ടല്ലേ എടുത്തിട്ട് കാര്യമുള്ളൂ. അങ്ങനെ നോക്കിയപ്പോൾ ഇതിന് 109 ഉള്ളൂ കേട്ടോ. അപ്പോൾ 2. അപ്പോൾ എന്തായാലും അതൊന്നും എടുത്തിട്ടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഇവിടെ എത്തിയിട്ടാ. എന്താ ഇപ്പോൾ ഇതിന് പറയാം, ക്ലോറക്സിൻ്റെ അവിടെ എത്തിയിട്ടാ. അപ്പോൾ 2 ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഈ അട്ടത്തേക്ക് നോക്കണം എന്താണെന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ, ഓഫറും കാര്യങ്ങളും ഉണ്ടാകുന്ന കേട്ടാണ് നോക്കണത്. പിന്നെ അങ്ങനെ എന്തായാലും ക്ലോറക്സ് ഒക്കെ എടുത്തിട്ട് പിന്നെ തിരിഞ്ഞിങ്ങനെ നടന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് മെഷീനിൽ ഇടുമ്പോൾ സ്മെല്ലിനുള്ള അല്ല, നമ്മൾ സർപ്പമുടിക്കൊക്കെ പകരമുണ്ടല്ലോ അങ്ങനെ ഈ ഇത് പെരയത്തെ ലിക്വിഡ് കഴിഞ്ഞിരിക്കണം പറഞ്ഞിട്ട് അത് നോക്കാൻ വേണ്ടി വന്നിക്കട്ടെ. അപ്പോൾ വലുതും ചെറുതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ഇങ്ങനെ ചെറുതോ വലുതെടുക്കണമെന്നുള്ള ആ കൺഫ്യൂഷനിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ചെറുതിനെന്തോ ഈ വലിപ്പമുള്ളതിനെന്തോ 100 ചില്ലറ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ. വലുതിനെന്തോ 300 ചില്ലറ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ വലുതെടുക്കാൻ പോയിട്ടില്ല കേട്ടോ. മീഡിയം സൈസുള്ള വലിപ്പമുള്ള എടുത്ത് പോകുന്നു കേട്ടോ. കാരണം അത് കഴിഞ്ഞിട്ട് വേങ്ങാൻ കേട്ടോ. പിന്നെ ആ കണ്ടീന്ന് എന്താ വെച്ചാൽ കേക്ക് മുട്ടായി ഒന്നുമല്ല കേട്ടോ. അത് നമ്മൾ പാത്രം മോറണ ഇതുണ്ടല്ലോ, ചണ്ടി ഉണ്ടല്ലോ,
അതാട്ടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ലാലു എന്നോട് പറഞ്ഞു എനിക്ക് ചീർപ്പില്ലല്ലോ ചീർപ്പ് എടുത്തായിരുന്നു കേട്ടോ. ശരിക്കും എനിക്കൊരു ചീർപ്പുണ്ട്. ഇപ്പോൾ ലാലുവിൻ്റെ സ്വന്തം ചീർപ്പായിട്ടുണ്ട്. ലാലുവിന് ഇപ്പോൾ 2-3 ചീർപ്പൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കാണാം എൻ്റെ ചീർപ്പും എടുക്കാൻ വേണ്ടി വരും. എന്നിട്ട് നമ്മൾ 4000 രൂപ എടുത്തു ഒരു ചീർപ്പും കിട്ടൂല കേട്ടോ. എന്നിട്ട് ഞാൻ കട്ടിൻ്റെ അടിക്ക് വീണാച്ചിട്ട് കട്ടിൻ്റെ അടിക്കൊക്കെ ടോർച്ച് ഇട്ടൊക്കെ നോക്കും കേട്ടോ. പക്ഷേ അവിടെ കട്ടിൻ്റെ അടിയിലൊന്നും ഉണ്ടായില്ല. അപ്പോൾ എന്താ വെച്ചാൽ ലാലു ഇതിങ്ങനെ താടി ശരിയാക്കാനും മുടി ശരിയാക്കാനൊക്കെ എടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിടും. പിന്നെ ലാലു പറഞ്ഞപ്പോൾ പിന്നെ ചീർപ്പ് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതാട്ട അവസ്ഥ. പലതരം ചീർപ്പ് കളറും കണ്ടപ്പോൾ പിന്നെ ഏതെടുക്കേണ്ടതെന്നുള്ള ആ കൺഫ്യൂഷനായിട്ടാണ്. എന്താണ് ആകെ എന്താ പറയുക, പല കളറും കാണുമ്പോൾ ഏതൊക്കെ എടുക്കേണ്ടതെന്ന് ഒരു പിടുത്തമുണ്ടായില്ല. അപ്പം പിന്നെ കറുപ്പ് എടുക്കാൻ വേണ്ടി നിന്നിട്ടാ. അപ്പം പിന്നെ എനിക്ക് തോന്നി വേണ്ടെന്ന് എഴുതിട്ടാ. പിന്നെ വേറെയും കളറുകൾ ഇങ്ങനെ കാണണ്ടല്ലോ. പിന്നെ ഒരു പാൻചെറുപ്പ് എടുക്കാൻ നോക്കിയിട്ടാ. പക്ഷേ ഈ പാൻചെറുപ്പ് വലിയ ഗുണമൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എന്താണ് നമ്മൾ പാൻചെറുപ്പ് ഒരു ഭാഗം നല്ല എന്താണ് തിന്നായിട്ടല്ലേ കയറാം, അതങ്ങനെ എടുത്തെടുത്തായിട്ടല്ലേ കയറാം. എങ്ങനെ പറഞ്ഞുതരാൻ എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെയല്ല, പക്ഷെ ഇത് എല്ലാം വിട്ട് വിട്ട് ചെയ്തിട്ടാ ചീർപ്പിൻ്റെത്. പിന്നെ ഒരു ഉപകാരം എന്താ വെച്ചാൽ ഒരു ചീർപ്പണ്ടിയിലൊക്കെ ഒരു ചീർപ്പയിൽ എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ എന്തായാലും ഒരു ചീർപ്പെടുത്തു, ഒരു പെൻചീർപ്പ് എടുത്തു കേട്ടോ. പിന്നെ ഞാൻ അടുത്ത ചീർപ്പ് അതാട്ടാ റോസും മഞ്ഞയുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് കളർ കണ്ടിട്ടാണ് എടുത്തേക്കണത്. അതിന് പിന്നെ എന്തായാലും ചീർപ്പൊക്കെ കൊട്ടയിൽ ഇട്ടിട്ട് പിന്നെ അങ്ങനെ നടന്ന് പോയപ്പോഴാട്ടോ സോപ്പിൻ്റെ കെട്ട് കണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ മണത്ത് നോക്കി നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആ സോപ്പൊന്നും ഞങ്ങൾ ഉപയോഗിക്കില്ല കേട്ടോ. ഞങ്ങൾ ഫുള്ള് ചന്ദ്രികേൻ്റെ ആൾക്കാരാട്ടോ ഞാനും എല്ലാവരും. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ അവിടുന്ന് സോപ്പൊന്നും എടുത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് വേണ്ട സാധനം എടുക്കാൻ വന്നിട്ട് എന്താ നിങ്ങൾക്ക് മനസ്സിലായി, വിമ്മും കട്ടേട്ടാ. പിന്നെ ഞാനെന്താ ഈ വിമ്മും കട്ട ഇങ്ങനെ നോക്കണതല്ല, ഈ മുന്നിലിരിക്കുന്ന സാധനങ്ങളൊന്നും എടുക്കാനായിക്കൂല കേട്ടോ. ലാലു ഒരു ഉള്ളൊന്നും എടുക്കാറില്ല. കാരണം മുന്നിലെ ഡേറ്റ് കഴിയാനായി അങ്ങനെ പഴയ സാധനങ്ങളാവുമല്ലോ മുന്നിലേക്കൊക്കെ എടുത്ത് പോകാൻ വേണ്ടിയിട്ട്. ഉള്ളിലാവും നല്ല സാധനങ്ങൾ അറിയിട്ട. അങ്ങനെ പിന്നെ എന്തായാലും ഉള്ളിൽ ഒരു നല്ല വിമ്മും കട്ടൊക്കെ എടുത്തിട്ട. പിന്നെ എന്തായാലും അവിടെ നിന്നൊക്കെ അങ്ങനെ പോന്നപ്പോൾ കേക്കും അതും ഇതൊക്കെ ആയിട്ട് മധുരക്കടികൾ പലതരം ഉണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ നോട്ടം കണ്ടാൽ തോന്നുന്നു ഞാൻ വേഗം എന്നൊക്കെ. പക്ഷെ ഞാൻ വേഗം കേട്ടോ. കാരണം എനിക്ക് ഇഷ്ടമല്ല മധുരം. എനിക്ക് അധികം എരിവ് പുളിയൊക്കെ ഉള്ള അങ്ങനത്തെ സംഭവങ്ങളാട്ടോ ഇഷ്ടം. പക്ഷെ കണ്ടപ്പോൾ ഒരു രസം. അപ്പം അങ്ങനെ എല്ലാം എടുത്ത് നോക്കി അതിൻ്റെ വിലയൊക്കെ അങ്ങനെ നോക്കാം കേട്ടോ. ഞാൻ ഈ നോട്ടും ഇതും ചുറ്റിപ്പറ്റി നിൽക്കണൊക്കെ കണ്ടാൽ തോന്നുന്നു ഞാൻ വേങ്ങി തോന്നുന്നു എന്നൊക്കെ. എനിക്ക് അങ്ങനത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ കേക്കായാലും ക്രീമുള്ള കേക്കൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ. എന്താണെന്നാവട്ടെ, പണ്ട് മുതലേ എനിക്ക് മധുരത്തിനോട് വലിയ താല്പര്യമില്ല. പിന്നെ അങ്ങനെ കേക്കിൻ്റെ അവിടെ എത്തിയപ്പോൾ ആ കണ്ണ് തള്ളിയിട്ട. കാരണം എനിക്കങ്ങനെ കേക്ക് ഇഷ്ടമുള്ള ആളൊന്നുമല്ല കേട്ടോ. പിന്നെ കേട്ടോ ഞാൻ ഈ ഒരു സംഭവം കണ്ട് ഡ്രീം കേക്കിൻ്റെ ഒരു ചെറിയൊരു നമ്മളെ ക്ലാസ് മധുരമുള്ള ഈ ഒരു സംഭവത്തിൽ കേട്ടോ. ഇതിനെന്താ പേരെന്നൊന്നും എനിക്കറിയില്ല. സത്യം പറഞ്ഞത് ഡ്രീം കേക്ക് തന്നെ കേട്ടോ. അപ്പോൾ ആ കണ്ടപ്പോൾ നല്ല രസം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നെടുത്തിട്ടാ. ലാലു പറഞ്ഞ് തിന്നാൻ എന്തെങ്കിലും വേണമെങ്കിൽ എടുത്താറ് കേട്ടോ. പക്ഷേ എനിക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ ഒന്നായിട്ട് കണ്ടാൽ എനിക്ക് തിന്നാൻ വേണ്ടി വരില്ല. കാരണം പെരയിൽ നിന്ന് പോകുമ്പോൾ വലിയ പ്ലാനിങ് ആയിക്കാരം അത് തിന്നണം ഇത് തിന്നണം എന്നൊക്കെ. പക്ഷേ അതിൻ്റെ ഉള്ളിലെത്തി എല്ലാം കൂടി കണ്ടാൽ ഒന്നും വേണ്ടി വരില്ല. എനിക്ക് പൈപ്പ് ഉണ്ടാവില്ല, ദാഹം ഉണ്ടാവില്ല കേട്ടോ. കണ്ണ് നാലോറയിക്കാരം. പിന്നെ എന്തായാലും ലാലു പറഞ്ഞു വേണമെങ്കിൽ എടുത്താറ് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ ചുറ്റിപ്പറ്റി നിന്നപ്പോൾ എടുക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ അത് എടുത്തിട്ടാ. പിന്നെ ഞങ്ങൾ ചോറിന് പോയതുമല്ല. അപ്പോൾ പിന്നെ വല്ലാതെ ഒന്നും പോവില്ല. എനിക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു കേട്ടോ. ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങി തന്നിട്ടുണ്ടെന്നൊക്കെ. ചെമ്മീൻ ഇങ്ങനെ എന്താ പറയുക നല്ല കുറുന്നനാക്കിയിട്ടുള്ള ഒരു സംഭവമൊക്കെ കാണട്ടെ അവിടെ. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും ഇങ്ങനെ നടന്നപ്പോൾ ഈ ഒരു സംഭവം കണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ സോസേജ്. പക്ഷെ ഞാനത് എങ്ങനെ തിന്നിക്കണെന്ന് വെച്ചാൽ എൻ്റെ അമ്മേനെ ഗൾഫിൽ നിന്ന് കൊടുത്തിട്ട് അങ്ങനെ തിന്നിരുന്നിട്ട് അന്ന് നല്ല ഇഷ്ടമായിരുന്നു. അന്ന് ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്നു. അപ്പം ഞാൻ ആലു ഗൾഫിലുള്ള ടൈമിൽ ഇങ്ങനെ പറഞ്ഞിരുന്നിട്ട് നിങ്ങൾ വരുമ്പോൾ ആ നീണ്ട ഇറച്ചി കൊണ്ടുവരേണ്ടിയിരുന്നിട്ട്. കാരണം ഇതിൻ്റെ പേര് എനിക്കറിയില്ലായിരുന്നു. ലാലുവിൻ്റെ കടയിൽ ഇതിന് വേറെ എന്തോ പേര് അറിയിട്ട്. അപ്പോൾ ലാലു പറഞ്ഞു അവിടെ അത്ര ഓഫറിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഡയലോഗ് പൊട്ടിച്ചിട്ടുണ്ടല്ലോ എന്താ നിങ്ങൾ കൊണ്ടുവരാനെന്നൊക്കെ ചോദിച്ചാൽ ലാലുവിനെ കളിയാക്കിയെന്നിട്ടാ. അങ്ങനെ പിന്നെ അതൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ നിന്നൊക്കെ പോന്നിട്ടാ. അങ്ങനെ വന്നപ്പോൾ ഇതാക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എന്താ പറയുക നമ്മളെ ചെമ്മീനൊക്കെ ഉണ്ട് കാരണം ആ ഭാഗത്ത് വന്നിട്ട് ഞാൻ ചെമ്മീനാട്ടോ തപ്പുന്നത്. പക്ഷേ ചെമ്മീനൊന്നുമില്ല. ഇറച്ചി മീനായിട്ടുള്ള പലതരം സംഭവങ്ങളുണ്ട്. എൻ്റെ ചെമ്മീൻ മാത്രമില്ല കേട്ടോ അവിടെ. അപ്പോൾ പിന്നെ അവിടെ നിന്നില്ല കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ പോന്നപ്പോൾ പൊരിക്കടികൾ പലതരം ഉണ്ട് കേട്ടോ. ബ്രോസ്റ്റോ അതും ഇതൊക്കെ ആയിട്ട് പിന്നെ ഉണ്ട പഴംപൊരി പലതരം ഉണ്ട്. പിന്നെ അപ്പുറത്ത് അതാ സാൻഡ്വിച്ച് ഷവർമ്മ അങ്ങനത്തെ ഐറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്നൊന്നും ഒന്നും വാങ്ങിയില്ല. കാരണം എനിക്ക് പൈസയൊന്നുമില്ല. കാരണം ഞങ്ങൾ ചോറ് തന്ന പോകാൻ കാരണം ലാലു ബുദ്ധിക്ക് കളിച്ചതാട്ടോ. ലാലു എന്നോട് രാവിലെ പോരാൻ പറഞ്ഞപ്പോൾ ഞാൻ പൊട്ടത്തി ഞാൻ പറഞ്ഞു ചോറ് തിന്നിട്ട് പോകാം കുറച്ച് നേരം കിടക്കട്ടെ അങ്ങനെ കടന്നതാട്ടോ. പിന്നെ മഴ ചെയ്യുന്നു അപ്പോൾ പിന്നെ മടിയാണല്ലോ. മഴയും തണുപ്പൊക്കെ ആയപ്പോൾ അവിടെ പെരയിൽ തന്നെ കടന്ന് നീച്ചിട്ടാ. എന്നിട്ട് ചോറുന്നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ലാലുവിന് പൈസ ലാഭമായിട്ടാണ്. മറ്റേത് തിന്നാക്ക് വേഗം പക്ഷെ ഞാൻ തിന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് പൂതിക്കുള്ള തിന്നിട്ട് ബാക്കി ലാലുവിൻ്റെ കരട്ട് തിന്നാ. ഇപ്പോൾ പറഞ്ഞ മാതിരി എന്തായാലും എനിക്ക് വലിയ പൂതിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ തിന്നാൻ. പിന്നെ ഞാൻ ആ ഒരു കേക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ തിരിഞ്ഞ് വന്നപ്പോൾ അത് നെസ്റ്റോൻ്റെ ഉള്ളിൽ ചെടിയും വന്നിക്കണം കേട്ടോ. അങ്ങനെ ആദ്യം ചെടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ചെടിയൊക്കെ വന്നിക്കണം. ഇനി എന്തൊക്കെയാണ് ആവട്ടോ നെസ്റ്റോൻ്റെ ഉള്ളിൽ വരിക. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഒന്നും വേങ്ങിയില്ലെങ്കിലും നമുക്ക് ഭയങ്കര ഒരു സമാധാനം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറി എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടു പോയാൽ. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ അതും ഇതും വാരി വലിച്ച് വേഗം അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. കാരണം എനിക്ക് വലിയ താല്പര്യമില്ല.
ഞാൻ എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങുകയെന്നല്ലാതെ അധികം ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും വാങ്ങൂല കേട്ടോ. എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഫുള്ള് മീഷോൻ്റെ ആളാട്ടോ ഞാൻ. ഇങ്ങനെ ഞാൻ പറയും ഇതിനെക്കാട്ടും വിലക്കുറവ് മീഷോന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഫുള്ള് മീഷോ കേട്ടോ ഞാൻ. പിന്നെ എന്തായാലും ചെടി ഇതൊക്കെ നോക്കിയാൽ ചെടികളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ ഒന്നിന് ആ ഉണ്ടായിട്ടുള്ള ആ സംഭവത്തിന് എന്തോ 100 ചില്ലറയും പിന്നെ മറ്റേ നമ്മൾ കറ്റർ വാൻ്റെ അതിന് എന്തോ 200 ചില്ലറ കേട്ടോ. പിന്നെ നോക്കി അവിടെ തന്നെ വെച്ച് പോന്നിട്ടോ. വില കേട്ടപ്പോൾ തന്നെ പള്ളറിഞ്ഞ്. അത് പിന്നെ ചെടികളൊന്നും വാങ്ങിയില്ല. അത് കഴിഞ്ഞ് വന്നപ്പോൾ ലാലു അവിടെ പച്ചക്കറി ഉണ്ട് വെച്ചു. അപ്പോൾ ഞാൻ തക്കാളി ഇല്ലാറ് അപ്പോൾ ലാലു തക്കാളി തിരഞ്ഞെടുക്കട്ടെ. അപ്പോൾ ചെന്ന് പെട്ടിക്കണേന്നെ ഞാനും മുന്നിൽ വലിയൊരു കേടന്ന തക്കാളിയിട്ട് പിന്നെ അതെന്താ സംഭവം എന്ന് വെച്ചറിയില്ല കേട്ടോ. ഇതിൻ്റെ പേരെന്താന്ന്. എന്തായാലും സംഭവം നല്ല നീളത്തിലുള്ള എന്തോ ഒരു പച്ചക്കറി കേട്ടോ. എന്താ ഇതിൻ്റെ പേര് വലിയ പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ലാലു എനിക്കെടുത്ത് തന്നപ്പോൾ ഞാൻ ലാലുവിനായിട്ട് ഇങ്ങനെ തല്ലിന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നിട്ട് ആ ഒരു സംഭവമായിട്ട് ഇങ്ങനെ തല്ലിന്നിട്ട്. ലാലു ഒന്നും മീൻ്റെയൊക്കെ ഇല്ല. ലാലു തക്കാളി തരുന്ന തിരക്കാട്ടെ. ഇപ്പോൾ ഈ തക്കാളി മുറിച്ച് നോക്കിയാൽ അതിൻ്റെ ഉള്ളത്തെ അവസ്ഥ എന്താണെന്ന് അറിയുള്ളൂ കേട്ടോ. കാരണം ഇപ്പോൾ തക്കാളി അങ്ങനെ പിന്നെ തക്കാളി നോക്കിയും കണ്ടൊക്കെ തന്നെ ഇട്ട് എടുത്തേക്കണം. ഇനിയിപ്പോൾ പെരയിൽ പോയി മുറിച്ച് നോക്കിയാൽ അറിയാം അതിൻ്റെ ഉള്ളത്തെ അവസ്ഥ എന്താണെന്ന്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് മുറിച്ച് നോക്കാനൊന്നും പറ്റൂലല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും കുറച്ച് തക്കാളി ഇതൊക്കെ വാങ്ങി പിന്നെ ഇങ്ങനെ പോരുന്ന വഴിക്കാട്ടോ ഇത് കണ്ടത്. എന്താണെന്ന് സംഭവം വെച്ചാൽ പലതരം അച്ചാറാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ തൊള്ളിയിൽ വെള്ളം വരും കേട്ടോ. കാരണം വാങ്ങാനും പറ്റില്ല. കാരണം പെരയിൽ കുറച്ച് അച്ചാറുണ്ട്. അപ്പോൾ ലാലു എന്നോട് അറിയുന്നുണ്ട് കേട്ടോ, നേരം 3 മണിയായിക്കണ് വേഗം വാന്ന്. കാരണം 4 മണിക്കാണ് ഞങ്ങൾക്ക് പരിപാടി. അങ്ങനെ പിന്നെ എന്തായാലും അച്ചാറുകളൊക്കെ നോക്കിയപ്പോൾ പലതരം മീനച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. ചെമ്മീനും അതും ഇതൊക്കെ ഇട്ട്. അപ്പോൾ ഞാൻ ലാലുവിനോട് പറഞ്ഞു ഇവിടെ ബീഫ് അച്ചാർ കാണാനില്ലല്ലോ എന്നിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ബീഫ് അച്ചാർ. അങ്ങനെ പിന്നെ എന്തായാലും അവിടെയൊക്കെ നോക്കി ചുറ്റിപ്പറ്റി നിന്ന് അങ്ങനെ ലാലു പിന്നെ ബില്ലടിച്ചാൻ വേണ്ടി നിന്ന ടൈമിൽ ഞാൻ ഇങ്ങനെ ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ കണ്ടപ്പോൾ അങ്ങോട്ട് വന്നു കേട്ടോ. ഒക്കെ പിടുത്തം വിട്ട വില കേട്ടോ. വേങ്ങണവരുണ്ടാവും അതുകൊണ്ടല്ലേ പോലെ കൂടെ നിൽക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നഷ്ടമാണ്. കാരണം നമുക്ക് ഈ ഫ്രൂട്ട്സ് ഇതിന് പകുതി പൈസക്ക് വാങ്ങിയിട്ട് നമുക്ക് പള്ളർച്ച് തിന്നാൻ അറിയുന്നിട്ട് ഞാൻ ലാലുവിനോട്. അപ്പോൾ ഈ മസാല തേച്ച മാങ്ങ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ വില കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് തള്ളിയിട്ടാ. കാരണം 50 ഉറുപ്പ്യക്ക് നമുക്ക് ആ മാങ്ങ വാങ്ങിയാൽ പള്ളർച്ച് തിന്നാം. അതിപ്പോൾ ഒരു മാങ്ങ 4 പീസാക്കി വെച്ചതിനിട്ട് അത്രയും തോനെ പൈസ. അതും മസാല കിട്ടേനാവും എന്താണെന്ന് പഠിച്ച റബ്ബിനെ അറിയട്ടെ. പിന്നെ അങ്ങനെ ഉപ്പിലിട്ട സംഭവങ്ങൾ പലതരം ഉണ്ട് കേട്ടോ. എനിക്ക് പിന്നെ അതിനോടൊന്നും വലിയ താല്പര്യം തോന്നിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ പള്ള നിറച്ച് പെരയിൽ നിന്ന് ചോറൊക്കെ തിന്ന് പോയതേന്ന്. പിന്നെ ഒന്നായിട്ടൊപ്പം കണ്ടാൽ പിന്നെ നമുക്ക് പൈപ്പും ദാഹമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നിയിട്ടോ. ഇതെന്താ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇതെന്താ സംഭവിച്ചാൽ നമ്മളെ കമ്പത്തിൻ്റെ കഥയിൽ കൂട്ട കുഞ്ഞി സാധനം കേട്ടോ. എങ്ങനെ തിന്നണ എന്താ ഏതാണെന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ പലതരം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കണ്ട കൂന് കണ്ടപ്പോൾ എനിക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു കേട്ടോ കൂന് വാങ്ങാൻ. അപ്പോൾ ലാലു എന്നോട് എപ്പോഴും പറയലുണ്ട് പുറത്ത് വെച്ച് സാധനം എടുക്കരുത് ഉള്ളിൽ നിന്ന് എടുക്കണം. പക്ഷേ ഇതിൻ്റെ പുറത്ത് ഇതേമാതിരി കറുത്ത കുത്തും പുള്ളിയൊക്കെ കാണാണ്ട് കേട്ടോ. പിന്നെ എടുക്കണമെന്നുണ്ട് എടുക്കണ്ടെന്നുണ്ട് ആ ഒരു ഇതിലങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതേമാതിരി പലതരം പച്ചക്കറികളും അതും ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഇങ്ങനെ നോക്കി നടക്കാൻ നല്ല രസമല്ല. പിന്നെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വന്നപ്പോട്ടാ ഈ ഒരു പുളി കണ്ടത്. ആ മറ്റേ ഇതിനെന്താ പേര് പറയാറില്ല. ആ മധുരമുള്ള ഒരു ഐറ്റം പുളി ഉണ്ടല്ലോ ആ ഒരു പുളി കേട്ടോ. നമുക്ക് വെറുതെ ഇങ്ങനെ തിന്നാൻ പറ്റുന്ന പുളിയൊക്കെ ഞാനൊക്കെ നോക്കി ഇങ്ങനെ അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ വാങ്ങണില്ല. എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും അവിടെയൊക്കെ നോക്കി എന്നിട്ട് പിന്നെ എൻ്റെ കണ്ണ് പോണ ഈ ഒരു ഇതിമ്മക്കാട്ടോ കൂനുമ്മക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കൂന്. ഞാൻ എടുത്ത പാടന്നെ ലാലു അത് അങ്ങോട്ട് തന്നെ വെച്ചിട്ട്. കാരണം എന്താ വെച്ചാൽ ഇതേമാതിരി ഞാൻ പാങ്ക് പോയപ്പോൾ ഞാൻ ലാലുവിനോട് അതിന് മുന്നേ ദിവസം നെക്സ്റ്റ് വന്നപ്പോൾ ഇങ്ങനെ കൂന് കണ്ടപ്പോൾ ഞാൻ ലാലുവിനോട് പറഞ്ഞപ്പോൾ ലാലു വീഞ്ഞ് തന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പാങ്ങ് പോയപ്പോൾ ലാലുവിനോട് ലാലുവിന് വലിയ ഇഷ്ടമില്ല കേട്ടോ ഈ കൂന് സംഭവങ്ങളൊന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഇഷ്ടമാണ് എനിക്ക് എന്നാലും വാങ്ങിയിട്ട് തരുമോ ചോദിച്ചാൽ. അങ്ങനെ പാങ്ങ് പോയപ്പോൾ എന്താ വേണ്ടത് വെച്ചപ്പോൾ ഞാൻ എനിക്ക് കൂന് വേണമെന്നാണ്. അങ്ങനെ കൂന് വാങ്ങിക്കൊണ്ടായപ്പോൾ അവസ്ഥ എന്താ വെച്ചാൽ അവിടെ ചെന്നപ്പോൾ പുറത്തൊക്കെ വലിയ കേടൊന്നുമില്ല കേട്ടോ. ഉള്ളിലാകെ കറുത്ത കളറായിട്ട് ഫുള്ള് പോക്കിന്നിട്ട്. അത് കാരണം ലാലു ഇപ്രാവശ്യം എന്നെ എടുക്കാൻ അയച്ചിട്ടുണ്ട്. കാരണം അന്ന് കൊണ്ടുപോയിട്ട് കേടാണെന്ന് പറഞ്ഞപ്പോൾ ലാലു പറഞ്ഞു എന്തിനാണ് വെറുതെ പൈസ ചിലവാക്കുന്നത്, അത് വേണ്ടാറ് കേട്ടോ. കാരണം നമുക്ക് ഒന്നെങ്കിലും തിന്നാൻ കിട്ടിയാൽ നമുക്കൊരു സന്തോഷമായിക്കാരം. ഇത് വേഗം മുഴുവൻ തൊടുവൊക്കെ ഇടേണ്ട അവസ്ഥയാണ് കേട്ടോ. പുറത്തൊക്കെ നല്ല സാധനങ്ങളായിക്കാരം ഉള്ളിൽ ഫുള്ള് പോക്കിയേക്കാരം. ഞാൻ പിന്നെ എന്തായാലും കൂനൊന്നും എടുത്തില്ല കേട്ടോ. ആ ഒരു സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതാക്കണം കേട്ടോ. ലാലു ഇവിടെ ബില്ല് കിട്ടണം എനിക്ക് കേക്ക് കിട്ടിയ പോലെ അപ്പുറത്ത് കണ്ടങ്ങൾ ആരെങ്കിലും മറ്റേ ആരാന്നറിയോ പിന്നെ ആൾക്കാർ ആരായെന്നല്ല നേപ്പാളിക്കാരാട്ടോ. എന്തോ ഒരു ചൊറുക്കുള്ള നാറ്റങ്ങൾ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഒരേ മാതിരി എന്തോ ഒരു ചൊറുക്കമ്മക്ക് പോലെ മൊത്തം കണ്ണെടുക്കാൻ തോന്നില്ല കേട്ടോ. അത്രക്കും ചൊറുക്കാട്ടെ ഏറ്റങ്ങളെ കണ്ടാൽ തിരിച്ചറിയില്ല. ബംഗാളികളൊക്കെ മാതിരി ഒരേ മോശമായിപ്പെട്ടെ. അങ്ങനെ പിന്നെ ബില്ലൊക്കെ കൊടുത്ത് പിന്നെ എൻ്റെ കേക്കിനുള്ള സ്പൂണും കാര്യങ്ങളൊക്കെ വാങ്ങി. ഇപ്പുറത്ത് ഇതേമാതിരി ഇതുണ്ടായിരുന്നു കേട്ടോ സ്പ്രേയും കാര്യങ്ങളും. അപ്പോൾ അവിടെ മറിയൻ ക്രീം ഉണ്ടപ്പോൾ ഞാൻ മറിയൻ ക്രീം പറഞ്ഞപ്പോൾ ചക്കൻ ചോദിച്ചു എന്താ വേണോ വെച്ചിട്ടാ. പക്ഷെ വേങ്ങാനൊന്നല്ല കേട്ടോ. ഞാൻ വെറുതെ അതിൻ്റെ മണം അറിയാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടാ. അപ്പോൾ ലാലുവിൻ്റെ കൈമാച്ചൊക്കെ ലേസം തേച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൻ എൻ്റെ കൈമീൻ തേച്ച് എന്നിട്ട് ഞാൻ ലാലുവിനോട് പറഞ്ഞത് പരത്തി കട്ടിയാണ്. അങ്ങനെ ലാലു പരത്തി തരുന്നിട്ടാ. അപ്പോൾ എന്തായാലും സംഭവം മറിയൻ ക്രീമൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. എനിക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കേക്ക് കിട്ടിയല്ലോ. അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ ലാലുവിൻ്റെ കൈക്ക് കൊടുത്തിട്ട് പിന്നെ അപ്പുറത്ത് വിയാങ്കോ ഓഡിറ്റോറിയത്തിൽ ഇതേമാതിരി കല്യാണമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ലാലു എന്നോട് അങ്ങോട്ട് പോകണം വെച്ചാൽ ഞാൻ പറഞ്ഞു എന്തിനാ നാട്ടുകാരെ നല്ല ഉള്ളതെന്ന് വെച്ചിട്ട് ഞാൻ മുന്നിൽ പായിട്ട് എൻ്റെ പാച്ചിലുണ്ടെന്ന് തോന്നുന്നു ഞാൻ സ്കൂട്ടി എടുക്കാൻ പോവുകയാണ്. പക്ഷെ എനിക്ക് സ്കൂട്ടി ഓടിച്ചാലൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് പൂതിയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് എന്താ നാട്ടെ എനിക്ക് ഭയങ്കര പേടിയാട്ടോ. അങ്ങനെ ഓരോ വണ്ടി ഇങ്ങനെ തട്ടണ മുട്ടണൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാട്ടോ. പിന്നെ എല്ലാവരും പറഞ്ഞേക്കാലോ പെണ്ണുങ്ങൾ റോട്ടുമ്മൊക്കെ ഇറങ്ങിയാൽ അധികം തട്ടുമുട്ടുണ്ടാകുന്ന സത്യം തന്നെ കേട്ടോ. കാരണം എൻ്റെ
എൻ്റെ മാത്രമുള്ളവരൊക്കെ ഇടുന്നുണ്ടെങ്കിൽ എന്തായാലും മുട്ടും തട്ടൊക്കെ ഉണ്ടാവും. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. നമ്മൾ വണ്ടിമ്മ പോകുമ്പോൾ തന്നെ നമ്മൾ നേരെ ഒരു വണ്ടി വന്നാലും എനിക്ക് ഭയങ്കര ബേജാറാട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും അവിടുന്ന് ഇറങ്ങിയോട് കൂടി എല്ലാം മഴ ഇട്ട. അപ്പോൾ പിന്നെ ലാലു വണ്ടി സൈഡാക്കി ഇങ്ങനെ ഇരുന്നപ്പോൾ ലാലു ആ കേക്ക് എടുത്ത് തിന്നാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം തിന്നാറിട്ട് ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. അപ്പോൾ സംഭവം ഇതെന്താ വെച്ചാൽ നമ്മൾ ഡ്രീം കേക്ക് തന്നെ കേട്ടോ. ഡ്രീം കേക്ക് ഒരു കുപ്പിയിലാക്കി അതന്നെ. ഇനി ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് വെച്ചറിയില്ല. സംഭവം ഡ്രീം കേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ട് ലാലുവിന് ഇങ്ങനെ നോക്കാൻ കൊടുത്താട്ടോ. എനിക്ക് ആ മറ്റേ എന്താ അടിയത്തെ അല്ല മേലത്തെ അതുണ്ടായിരുന്നില്ല, എന്താ അതിന് പറയുക, ചെറീസ്. അത് തിന്നാൻ നല്ല പൂതി ഉണ്ടായിരുന്നു. ഞാൻ തിന്നണം എന്നൊക്കെ കരുതിയിരുന്നു കേട്ടോ. പിന്നെ ലാലു തിന്ന് വന്നപ്പോൾ ചെറീസ് ഒന്നും കാണാനില്ല. അത് ലാലു തിന്നിക്കണം കേട്ടോ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ ഞാനാ ശ്രദ്ധിക്കണത്. എന്തായാലും എൻ്റെ ചെറീസൊക്കെ ലാലു തിന്നും. പിന്നെ ഉള്ളത് പിന്നെ ബാക്കി ഞാനും തിന്നാൻ നിന്നിട്ടാ. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ റോട്ടുമ്പോൾ. നല്ല തണുത്ത കേക്കോ എന്താ രസം. അങ്ങനെ മയം കൊണ്ട് കേക്കും തിന്നിങ്ങനെ നിൽക്കുകയെന്ന് കേട്ടാ. എന്താ രസം എന്നാ. തിന്നിട്ടും പൂതിയുണ്ടായില്ല. ഡ്രീം കേക്കും ഇതേമാതിരി എന്നിട്ടാ വീങ്ങിയാൽ. എനിക്ക് ഇങ്ങനെ കേക്ക് ഇഷ്ടമല്ല. ഞാൻ മറ്റേ കേക്കും കാര്യങ്ങളൊന്നും തിന്നില്ല കേട്ടോ. പക്ഷേ ഡ്രീം കേക്ക് എത്ര കിട്ടിയാലും പൂതിയിട്ടില്ല. നല്ല രസമായിട്ട് ഒരു പാത്രം തന്നാലും അത് തിന്നിട്ടാ. പിന്നെ തിന്നിങ്ങനെ നിൽക്കുന്ന ഇടയിൽ മഴ അമർന്നപ്പോൾ ലാലു പറഞ്ഞു വാ പോകണ്ടേ, 4 മണിക്കാണ് അവിടെ പരിപാടി പറഞ്ഞിട്ടാ. അങ്ങനെ പിന്നെ മഴ അമർന്നപ്പോൾ ഞങ്ങൾ വേഗം പോകുന്നിട്ടാ. ആ കേക്ക് ബാക്കി കൈക്ക പിടിച്ചിരിക്കുന്നു കേട്ടോ. അങ്ങനെ കൈക്ക പിടിച്ച് ഇവിടെ താഴെപ്പാലം മതിൽ പുഴയുണ്ട് കേട്ടോ. ആ പുഴേൻ്റെ അവിടെ ഞാൻ ലാലുവിനോട് നമുക്ക് അവിടെ പോയി തിന്നാൻ കേട്ടോ. നല്ല തണുപ്പും കാറ്റും പിന്നെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇനി അവിടെ പോയിരുന്ന് തിന്നാൻ കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ വലിയ ആൾക്കാരെ ശല്യവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എന്തായാലും പോയിൻ്റെ അക്കത്തേക്ക് ഒന്ന് കേട്ടോ. ബാക്കി കേക്ക് തിന്നാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നും സ്ഥലമില്ലായിട്ട് അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് നിൽക്കണത് കേട്ടോ. അവിടെ പിന്നെ അതുമില്ല, അങ്ങാടി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോണവരൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കട്ടെ. അപ്പോൾ പിന്നെ നമുക്കൊരു മടിയിലേക്കാരം തിന്നാൻ. പിന്നെ ഇതിങ്ങനെ ഒഴിഞ്ഞ സ്ഥലം ഇവിടെ എന്താ ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ നമുക്ക് അതൊന്നും നോക്കണ്ടല്ലോ. നമുക്ക് നമ്മളെ കേക്ക് പാത്രം കാലിയാക്കണ ഒരു ലക്ഷ്യമാണ് കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് തന്ന കേക്ക് തിന്നണ തിരക്കിലായിരുന്നു കേട്ടോ. കാരണം ഇത് തിന്നിട്ട് വേണം പിന്നെ എനിക്ക് എൻ്റെ ഫോണിൻ്റെ ഇതൊക്കെ ശരിയാക്കാണ്ടായിരുന്നു കേട്ടോ. ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് മാറ്റാനും ഫോണിൻ്റെ കവറൊക്കെ വേഗാണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്തായാലും ഇങ്ങനെ കേക്ക് തിന്നപ്പോൾ ഇതിൽ ഭയങ്കര ക്രീം ഉണ്ട് കേട്ടോ നമ്മളെ. അങ്ങനെ പിന്നെ എന്തായാലും അപ്പോഴാണ് അടിച്ച് ഓർമ്മ വന്നത് ബാക്കി മറിയം ക്രീമിൻ്റെ മണം പോയിക്കണോ ഇല്ലയോ നോക്കട്ടെ. ഞാൻ പക്ഷേ ആ മണം പോയിട്ടില്ല കേട്ടോ. അടിപൊളി സ്മെല്ല് കേട്ടോ. എന്താ 500 ചില്ലറ എന്തോ ആയിരുന്നു കേട്ടോ നെസ്റ്റോയിൽ കണ്ടിന്ന്. ഇതിന് ശരിക്കും നല്ല വില ഉണ്ട് മറിയം ക്രീം. ഈ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞേക്കട്ടെ. പക്ഷെ എന്താ പറയുക, ലാലു ഗൾഫിലുള്ള ടൈമിൽ എനിക്ക് ഇതിനെ പറ്റി അറിയില്ലേനു. ഇപ്പോഴാട്ടെ ഞാൻ അതിനൊക്കെ പറ്റി അറിഞ്ഞത്. അന്ന് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ലാലുവിനെ കൊണ്ട് 4-5 കുപ്പി കൊണ്ടിരിച്ചിരുന്നു കേട്ടോ. നല്ല സ്മെല്ലാണ്. കാരണം എൻ്റെ നല്ല വേർപ്പ് മണക്കും കേട്ടോ. എനിക്കൊക്കെ നല്ലൊരു ഇതാട്ടോ. കാരണം കുറേ ടൈം ഇതിൻ്റെ മണം നിൽക്കുന്നൊക്കെ എല്ലാവരും പറഞ്ഞേക്കട്ടെ. അപ്പം ഞാൻ ലാലുവിനോട് അറിഞ്ഞിട്ട് എനിക്ക് എന്തായാലും ഒന്ന് വേങ്ങണമെന്ന്. കാരണം എൻ്റെ വേർപ്പ് മണത്തിട്ട് ഒരാൾ അടുത്ത് കടുപ്പിച്ചില്ല കേട്ടോ. അത്രക്കും സ്മെല്ലേക്കാരം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്താണ് ഞാൻ ലാലുവിനോടൊക്കെ പറയുന്നത്. അപ്പോൾ ലാലു പറഞ്ഞ അടുത്ത വരവിൽ നോക്കാറുണ്ട്. കാരണം ഈ വരവിൽ തന്നെ ലാലുവിൻ്റെ കീശ എന്തായാലും കീറിക്കണം കേട്ടോ. കാരണം അത്രക്കും സാധനങ്ങൾ എനിക്കൊന്നും വേങ്ങിയിട്ടില്ല. നമ്മൾ പെരയ്ക്കുന്ന സാധനങ്ങൾ തന്നെ കേട്ടോ വേങ്ങി. ഞാൻ ആകെ വേങ്ങിക്കണം ആ ഒരു കേക്കാട്ടോ. എനിക്കത് മതിയേനു. പിന്നെ വേറൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ പിന്നെ എന്തായാലും വാച്ചിന് ബാറ്ററി ഇടാനും എനിക്ക് ഫോൺ കവർ വാങ്ങാനൊക്കെ വേണ്ടി വന്ന് കേട്ടോ. സ്ക്രീൻ ഗാർഡൊക്കെ ഇട്ടിട്ടാ. ഫോണിൻ്റെ ചെറിയ പൊട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി തന്ന സ്ക്രീൻ ഗാർഡൊക്കെ ഇട്ട് പൊട്ടിച്ചാൽ സ്ക്രീൻ ഗാർഡിന് എന്നിട്ട് ആ സ്ക്രീൻ ഗാർഡ് മാറ്റി വേറെ ഇട്ടെന്ന്. ഞാൻ പിന്നെ എൻ്റെ കവറൊക്കെ ഇട്ട ആ പട്ടിഷർട്ടാ കാണുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒക്കെ മഴ ഒന്ന് പെയ്ത് അമർന്നിട്ടാ. പിന്നെ ഇതേമാതിരി എല്ലാവരും ഇതൊക്കെ വടിയും വടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണ്ടിട്ടാ. പിന്നെ മാർക്കറ്റിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. മഴ ഇടാറിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. നല്ല തിരക്കുണ്ട്. നമ്മളെ മുട്ടായി തെരുവ് അതന്നെ കേട്ടോ. ഈ ഒരു മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിലൊന്നും ലാലിന് വല്ലാതെ നിർത്തൂല കേട്ടോ. കാരണം എന്താണെന്ന് അറിയും. കാരണം എല്ലാതും നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഫ്രൂട്ട്സും അതും ഇതൊക്കെ ആയിട്ട് പിന്നെ ഇങ്ങനെ എന്താ പറയുക ചെരുപ്പും കാര്യങ്ങളും പലതരം സംഭവങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ ലാലു പറയാം എന്നെ അവിടെ നിർത്തിയാൽ ശരിയാവില്ല. അതിനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ലാലു അമ്മോൻ്റെ കടയിൽ പോയി കേട്ടോ. അവിടെ ഞാൻ പറഞ്ഞല്ലോ പരിപാടി ഉണ്ടെന്ന്. ആ പരിപാടി സ്ഥലത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അമ്മ വിളിച്ചിരുന്നിട്ട് അങ്ങോട്ട് കടയിലേക്ക് വരുവേണ്ടി പറഞ്ഞിട്ട് പെരയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും. അങ്ങനെ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് പെരയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്ന വഴിക്കുന്ന ഇതേമാതിരി ചെടിച്ചട്ടികൾ വാങ്ങാണ്ടായിരുന്നിട്ട്. അങ്ങനെ കുറച്ച് 5 ചട്ടി ഉണ്ടല്ലോ 100 റുപ്യക്ക്. അങ്ങനെ ആ ചട്ടിയൊക്കെ വാങ്ങി. പിന്നെ ചെറിയ അങ്ങനെ നമ്മൾ ടേബിൾ വെക്കുന്ന ചട്ടിയൊക്കെ കണ്ടപ്പോൾ അതിലത്തെ ഒരു ചട്ടി വാങ്ങിയിട്ട് ഞാൻ ആദ്യം കാണിച്ചിരുന്നത് ആ ഒരു ചട്ടി വാങ്ങി. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പെരയ്ക്ക് പോരാൻ നിന്നപ്പോഴാട്ടോ ഓർമ്മ നിൻ്റെ ബാഗും ചെരുപ്പൊക്കെ ഉണ്ടല്ലോ അവിടെയെന്ന്. പിന്നെ അതൊക്കെ വാങ്ങാൻ വേണ്ടി വന്നേക്കട്ടെ. പിന്നെ ആ ബാഗും ചെരുപ്പൊക്കെ ലാലു പോയി വാങ്ങിയിട്ടാ. ഞാൻ പിന്നെ വണ്ടിമേന്ന് ഇറങ്ങിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കണ്ടെങ്കിലും എന്താ പറയുക ഈ ഭാഗത്തൊന്നും ലാലുവിനെ തീരെ നിർത്തില്ല. നല്ല രസമുള്ള ഡ്രസ്സുകളൊക്കെ കേട്ടോ. വലിയ പൈസ ഉണ്ടാവും. നല്ല രസമുള്ള ചുരിദാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ലാലു സ്പീഡ് പോകും. ലാലു എന്താണെന്നാവും മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ പ്രത്യേകം വണ്ടിക്ക് സ്പീഡ് കൂട്ടും കേട്ടോ. പിന്നെ ലാലുവിനോട് അറിയാട്ടെ എപ്പോഴും നിങ്ങൾ ഇത്ര സ്പീഡിൽ പോയിന്നെങ്കിൽ അറിയട്ടെ. കാരണം എന്താ പറയുക നമ്മൾ പുറത്തിങ്ങനെ റോട്ടിൽ കൂടെ ഒന്നും പോകുമ്പോൾ ലാലു അറിയാം അങ്ങനെ പോകണ്ട ജീവനപ്പേടി ഉണ്ട് അറിയട്ടെ. അങ്ങനെ എന്നെ കളിയാക്കും. പക്ഷേ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കണ്ട് കയറിയാൽ എവിടെ നിന്നാണ് ആ സ്പീഡൊക്കെ കൂടി വരുന്നതാവട്ടെ. ഒരു പാച്ചിലേക്കാരട്ടാ.
അങ്ങനെ പിന്നെ എന്തായാലും പിന്നെ പെരീക്കുള്ള ഹോർലിക്സ് ഞങ്ങൾ പറഞ്ഞിരുന്നു കേട്ടോ. കാരണം പരിപാടി പെരീക്കുള്ളതും അങ്ങനെ പിന്നെ ഓല പെരീക്കുള്ള ഹോർലിക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പെരീക്ക് എത്തിയപ്പോൾ ഇതാട്ടോ അതിൻ്റെ ഫോണിൻ്റെ കവർ. എനിക്കാണെങ്കിൽ ഈ കവർ വാങ്ങിയപ്പോൾ പിന്നെ സമാധാനമില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ സൈഡിൽ കറുപ്പുള്ള നോക്കി വാങ്ങിയിരുന്നു കേട്ടോ. കാരണം എപ്പോൾ ഫോണിൻ്റെ കവർ വാങ്ങിയാലും കാണാം ഒന്നെങ്കിൽ ചളി പിടിച്ചിട്ടേക്കാരം, അല്ലെങ്കിൽ അവിടെ മഞ്ഞ കളർ നമ്മൾ വെള്ള ഗ്ലാസ് മാതിരിയുള്ള ആണെന്നുണ്ടെങ്കിൽ അവിടെ മഞ്ഞ കളർ പിടിച്ചല്ലോ. അപ്പം പിന്നെ ഈ കളറ് ഞങ്ങൾ ആ ഫോൺ കളിയത്തെ ചെക്കനായിട്ടല്ല കമ്പനി ചെയ്യുന്നത്. അപ്പോൾ ആ ചെക്കൻ പറഞ്ഞു ഫോണിൻ്റെ കവർ ഇടണ്ടേ വെച്ച്. ഞാൻ ആ കേട്ട പാടനെ വേണമെന്ന് പറഞ്ഞിട്ട്. കാരണം എൻ്റെ ഫോണിൻ്റെ കവർ പഴയതായും ചെയ്തിന്ന്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് ആ മറ്റേ ഫോണിൻ്റെ കവർ പെരയിലിടുക, അത് എടുക്കലൊക്കെ പോകുമ്പോൾ നമ്മളെ മാതിരി തന്നെ ഡ്രസ്സ് ഫോണിന് മാറണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗൊക്കെ പൊട്ടിച്ചിട്ട് എന്തായാലും ഫോണിൻ്റെ കവർ വേങ്ങിച്ചിട്ടാണ്. ഞാൻ അതേ നെട്ടിൻ്റെ ഫോണിൻ്റെ കവർ എങ്ങനെ ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടമാട്ടെ. പിന്നെ എൻ്റെ ഫോണിൽ പലതരം മോഡൽ കവറുകൾ കിട്ടും. നമ്മൾ ഓരോ ഫോണിൻ്റെ മോഡലിനനുസരിച്ചല്ലേ കവറുകൾ വരിക. അപ്പോൾ പാങ്ങിൽ പോകുമ്പോൾ ഓലൊക്കെ കളിയാക്കൂട്ടെ എന്നോട്, എവിടുന്നാണ് നമുക്ക് ഇത്ര നല്ല രസമുള്ള ഫോണിൻ്റെ കവർ എന്നൊക്കെ പറയട്ടെ. ഓലൊക്കെ അതേമാതിരി സാധാ സിമ്പിളായിട്ടുള്ള പ്രിൻ്റൊക്കെ ഉള്ള ഫോണിൻ്റെ കവറൊക്കെ ഇടുന്നത്. അതേമാതിരി കല്ലും മുത്തും ഒക്കെ ഉള്ള ഫോണിൻ്റെ കവറായിട്ട് അധികം വേഗം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോമൺലി വർക്കുള്ള ഫോണിൻ്റെ കവറൊക്കെ ഇരട്ടെ വേഗം. അങ്ങനെ പിന്നെ എന്തായാലും ആ ഫോണിൻ്റെ കവറൊക്കെ കിട്ടിയ പൊലിവിലാട്ടോ അപ്പോൾ ഇരിക്കണം. പിന്നെ ഞാൻ മീഷോന്ന് 2 ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്ത് എന്നിട്ട് അങ്ങനെ സൈഡിൽ അലാസ്റ്റിക് വരുന്നത്. പിന്നെ ഞാനിപ്പോൾ ഒരു ഐഡിയ കണ്ടാട്ടെ. എങ്ങനെയാണെന്ന് വെച്ചാൽ ലാലുവിൻ്റെ കടയിലത്തെ അഡ്രസ്സിലായിട്ട് ഓർഡർ ചെയ്തിട്ട് എന്നാൽ പിന്നെ സാധനം വരുമ്പോൾ ലാലു വേങ്ങിക്കോളും. മറ്റേത് ഒരു പെരേക്ക് വരുമ്പോൾ ഒരു വിളിച്ചു ഇങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങിയിരിക്കാനായിട്ട്. പിന്നെ ഓലെ കാത്ത് ഇങ്ങനെ നിൽക്കേണ്ടി വരും. കാരണം ഉച്ചക്കത്തെ ഉറക്കം കിട്ടൂല. ഞാൻ ഉറങ്ങുന്ന ടൈമിലാവട്ടോ ഓല് വിളിച്ചത്, 2:30 3 മണി ആ ഒരു ടൈമിൽ. അപ്പോൾ കേട്ടോ കടയിൽ ഉറക്കം വരണമാവും. അപ്പം ഉണ്ട് ഒരു പിരാന്ത് ഇങ്ങനെ വരാൻ. എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ വിളിച്ചിരുന്ന സ്വഭാവം. അപ്പോൾ ഞാൻ വേഗം ലാലുവിൻ്റെ അഡ്രസ്സ് ആട്ടോ കൊടുക്കുക. അപ്പോൾ ലാലു പിന്നാണ്ട് വേങ്ങിച്ചോളും. അങ്ങനെ പിന്നെ എന്തായാലും ലാലു സാധനം കിട്ടിയിട്ട് 2 ദിവസമായിരുന്നു. വണ്ടിയിൽ നിന്ന് എടുക്കാൻ ലാലു മറന്നു കഴിഞ്ഞിട്ട്. അങ്ങനെ പിന്നെ എന്തായാലും ബെഡ്ഷീറ്റൊക്കെ എടുത്തത്. അപ്പോൾ ഞാൻ അതൊക്കെ അങ്ങനെ തുറന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്താ അതൊക്കെ. പിന്നെ ഈ വെളിച്ചത്തൊക്കെ വെച്ച് നോക്കണം, എന്താ വെച്ചാൽ മയക്കാറുണ്ട്. അപ്പോൾ ലൈറ്റ് ഇട്ടിട്ട് ഒരു ക്ലിയർ കിട്ടണില്ല കളർ. അപ്പോൾ ജനാൽ തുറന്നിട്ടിട്ട് നോക്കണം നിറവും കാര്യങ്ങളൊക്കെ ഇട്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിപൊളി ബെഡ്ഷീറ്റൊക്കെ തന്നെ ഇട്ട്. ഞാൻ പിന്നെ അധികം മീഷോൻ്റെ ആളാണ് കേട്ടോ. എന്തുണ്ടെങ്കിലും മീഷോ നട്ട് വേങ്ങുള്ളൂ. കാരണം കുറഞ്ഞ പൈസക്ക് നല്ല സാധനങ്ങൾ കിട്ടും. നമ്മൾ നോക്കി വേങ്ങിയാൽ മതി, നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. അതൊക്കെ നോക്കിയിരിക്കുമ്പോൾ ലാലു ബില്ലേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ലാലു പറയുന്നിട്ട് വേങ്ങപ്പോൾ എന്തേ വേങ്ങിയത്, കുറച്ച് സാധനമുള്ളൂ പക്ഷേ ബില്ല് വലുതാണ് പറഞ്ഞിട്ട് ലാലു ഇത്ത ബില്ലും ഇതൊക്കെ നോക്കി നിൽക്കുന്നു കേട്ടോ. പിന്നെ തട്ട ബെഡ്ഷീറ്റ് എല്ലാം കട്ടിയുണ്ട്, കോട്ടനും ഉണ്ട്, നല്ല ബെഡ്ഷീറ്റൊക്കെ തന്നെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ ബെഡ്ഷീറ്റും ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ അമ്മേൻ്റെ അടുക്ക് പോകണമല്ലോ. പിന്നെ പോകാനുള്ള പരിപാടി ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ആൾക്ക് മുട്ടായി വാങ്ങി തന്നീന്ന്. അപ്പം മുട്ടായി തിന്നേട്ടാ. മറ്റേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. മറ്റേതല്ല, ഇങ്ങനെ ഉറങ്ങി നീച്ചാലൊക്കെ മധുരം തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ തുടങ്ങിയൊരു ശീലമാട്ടോ. മറ്റേ എനിക്ക് ആദ്യം ചോക്ലേറ്റ് ഒന്നും പറ്റിയിരുന്നില്ല. എരും പുളി അത് പണ്ടേ ഇഷ്ടമാട്ടോ. ചോക്ലേറ്റ് അങ്ങനെ മധുരമുള്ളതൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ കുറച്ചിങ്ങനെ ആയതിൻ്റെ ശേഷം കേട്ടോ. ചിലപ്പോൾ കാണാൻ ഉറക്കത്ത് നീച്ച് വരുമ്പോൾ എന്തെങ്കിലും ഉപ്പിലിട്ടത് തിന്നാൻ പൂതി, അല്ലെങ്കിൽ അതേമാതിരി ഇങ്ങനെ എന്തെങ്കിലും ചോക്ലേറ്റ് തിന്നാനൊക്കെ പോയിട്ട്. അപ്പോൾ ലാലും ഇങ്ങനെ കട കഴിഞ്ഞ് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതേമാതിരി മുട്ടായികളൊക്കെ കൊടുന്നു തരും. അപ്പോൾ ഞാൻ ഉറങ്ങിച്ചിട്ട് ഇരുന്ന് ഇങ്ങനെ തിന്നു. ഞാൻ പിന്നെ എന്തായാലും ലാലു ഇങ്ങനെ തിരൂർ പോയപ്പോൾ വാങ്ങി തന്ന മുട്ടായിയൊക്കെ തിന്ന്. പിന്നെ അങ്ങനെ ലാലുവിൻ്റെ രണ്ടാമത്തെ അമ്മേൻ്റെ മോളെ കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ മുട്ടായി എടുക്കലിൻ്റെ ദിവസം ഉറപ്പിച്ചിരുന്ന ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓല അവിടെ ദിവസം ഉറപ്പിച്ചോട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾ ഗെയിം കളിച്ചിരുന്നു കേട്ടോ. പിന്നെ ഓല് കളിച്ചിരുന്ന ആ ഗെയിമൊന്നും എനിക്കറിയാത്ത കാര്യം അതിൻ്റെ ഫോണിൽ കളിച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചായയുടെയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ അതിൻ്റെ പെരേക്ക് കൊണ്ട് പോകുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.